ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ചിക്കൻ മക്രോണി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിതാ ഫസ്റ്റ് ഒരു പോട്ട് വെച്ചിന്, അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മക്രോണി കുക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്ര വെള്ളം, പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും, 1 ടേബിൾ സ്പൂൺ മതിയാവും. സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മാക്രോണിൻ്റെ പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കൂല. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വെള്ളം നല്ലോണം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ വെള്ളം നല്ലോണം തിളച്ച് വന്നിന്. ഇനി അതിലേക്ക് നമ്മളെ മക്രോണി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 3 കപ്പ് മക്രോണി എടുത്തിന്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. 3 കപ്പ് മക്രോണി എടുത്താൽ ഒരു 4-5 ആൾക്ക് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇനി ഈ മക്രോണി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലോണം കുക്കായി വരും. കറക്റ്റ് കുക്കാന്ന്. ഓവറായിട്ട് വെന്ത് പോയാൽ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. ഇനി ഈ കുക്കായ മാക്രോണി നമുക്ക് നേരെ അരിപ്പയിലേക്ക് മാറ്റാം വെള്ളം പോകാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിന്. നമ്മൾ സാധാ മാരിനേഷൻ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനിതാ ഫസ്റ്റ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിന്. ഉള്ളി നല്ലോണം ചോപ്പ് ചെയ്തിട്ട് ഇടാം. ഇനി ഉള്ളി നല്ലോണം വാടാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ആഡ് ചെയ്തിന്. അത് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇടുന്നത് ഒരു വലിയ തക്കാളിയാണ്. ഈ തക്കാളിയും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് പൗഡേഴ്സ് ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൗഡേഴ്സ് ഇട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയൊരു 2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുക. ആ മസാലേൻ്റെ പച്ചമണലൊന്ന് മാറി വരുന്നവരെ. അങ്ങനെ നമ്മൾ മക്രോണിൻ്റെ മസാല റെഡി ആയിന്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. ഇത് മിക്സ് ചെയ്യൽ, മക്രോണിയും മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ മക്രോണി കുക്ക് ചെയ്ത ആ സെയിം പോട്ട് തന്നെ ഞാൻ വെച്ചിന്. അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കുക. ഈ ഗീ ഒഴിച്ച് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ മക്രോണിയില്ലേ അത് ഇതിലിട്ട് കൊടുക്കുക. ഇനി മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മക്രോണിയിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ മസാല കറക്റ്റാണ്. അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് ചിക്കനാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിപ്പം ചിക്കൻ തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. നമ്മളടുത്ത് എന്താണോ ഉള്ളത്, ചിക്കൻ അല്ലാണ്ട് ബീഫ് ഇടാം, പ്രോൺസും ഇടാം. രണ്ടും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇടുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന ടൈമിൽ മക്രോണി പൊട്ടിപ്പോവാണ്ട് നോക്കുക. മെല്ലെ മെല്ലെ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മക്രോണി റെഡിയായി. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ടേസ്റ്റ് വൈസ് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.